എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് ആണ്. അതുപോലെ തന്നെ മസാല ദോശ. ഏതായാലും രണ്ടായാലും ഒരു ദോശ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ മസാല ഫില്ലിംഗ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോവാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരിയും ഉഴുന്നും വെള്ളത്തിലിടണം. കുറച്ച് നേരത്തെ ഒരു രണ്ടര മണിക്കൂർ മുന്നേ ഒക്കെ വെള്ളത്തിലിടുക. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പച്ചരി ഒരു 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2.5 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ കുതിർക്കണ നേരത്ത് അതിലുള്ള അഴുക്കൊക്കെ അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അരിയും ഉഴുന്നും നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇടാം. അത് ഇത്രയും തന്നെ ഉലുവ ഇട്ടാൽ മതി, കുറച്ച്. അപ്പോൾ അതൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2.5 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. മിക്സിയിൽ ആദ്യം അരിയാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. ആ അരി അരച്ചതിന് ശേഷം നമുക്ക് ഉഴുന്നിനെ അരച്ചെടുക്കാം. അപ്പോൾ ഈ അരി നമ്മളിപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട. അപ്പോൾ ദോശയ്ക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതുപോലെ നമ്മൾ ദോശ അധികം പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്കായിട്ട് രാത്രി കാട്ടി വെച്ചാൽ മതി. അപ്പം നമ്മൾ രാവിലെ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പുളിയായിരിക്കും മാവിനുണ്ടായിരിക്കുക. അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ചൂടടുപ്പിൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാൻ രാത്രി നമ്മൾ ആട്ടി വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടും. ഇപ്പം ഈ അരി ആട്ടി വെച്ച മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തായിട്ട് ഉഴുന്നാട്ടിയെടുക്കാം. അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഞാൻ ആ ഉഴുന്നിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് ആട്ടിയെടുക്കാം. ഈ ഉഴുന്ന് ആട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ആട്ടി വെച്ചിട്ടുള്ള അരിമാവിലേക്ക് ആ ഉഴുന്നിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് അടച്ചു വെക്കാം. നമുക്ക് രാവിലെ ആവുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും മാവ് പുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ എടുക്കും. 5:30 മുതൽ ഒരു 7 മണിക്കൂർ വരെയൊക്കെ എടുത്താൽ മതിയാവും പുളിക്കാനായിട്ട്. രാവിലെ ഈ മാവ് എടുത്തതിന് ശേഷം ഇത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഭയങ്കര ശക്തിയിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ദോശയ്ക്ക് ആയതുകൊണ്ട് ലൂസ്, ഈ ഒരു ഇത്രയും ലൂസ് മതി മാവിന്. വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ആക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇഡ്ഡലിക്കാണെങ്കിൽ നല്ല കട്ടിയായിട്ട് കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പം നമുക്ക് ദോശയ്ക്ക് ആയതുകൊണ്ട് ഇത്ര ലൂസ് ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ മാവ് വെച്ച് നമുക്ക് ഇഷ്ടാനുസരണം മസാല ദോശയോ ഗീ റോസ്റ്റോ തട്ട് ദോശയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല നൈസായിട്ടുള്ള പേപ്പർ ദോശയോ ഗീ റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു തവ അടുപ്പിൽ വെക്കുക. അല്ലെങ്കിൽ ദോശക്കല്ലായാലും കുഴപ്പമില്ല വലിയ. അതിൽ നമ്മൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എണ്ണയൊന്നും പുരട്ടുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിച്ചു കൊടുക്കാം. അത് വളരെ നൈസായിട്ട് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തുറന്നു വെച്ചിട്ട് വേവിച്ചാലും കുഴപ്പമില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് നെയ്യ്. ഇത്തിരി ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷമാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം കൂടെ അടച്ചു വെച്ചാണെങ്കിൽ അങ്ങനെ വേവിക്കുക. അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിനെ തിരിച്ചിടൊന്നും വേണ്ട. അല്ലെങ്കിലും കുഴപ്പമില്ല, നൈസായിട്ടാണെങ്കിൽ തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിൽ നെയ്യോ വെണ്ണയോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും.
എന്നിട്ട് ഇത്തിരി നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. മസാല വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ റോൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ദോശക്കല്ലിൽ ഒരു തട്ടുദോശ പോലെ ഉണ്ടാക്കണത് എങ്ങനെയാ നോക്കാം. അപ്പൊ അതിന് ഇരുമ്പിന്റെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, നമ്മളെ സാധാരണ നാടൻ ദോശക്കല്ല്. അപ്പൊ അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് നമ്മളൊന്ന് പുരട്ടിയെടുക്കണം. ഒരു എണ്ണ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ദോശമാവ് ഇതുപോലെ ഇത്തിരി കട്ടി തന്നെ നന്നായിട്ട് പരത്തണ്ട, അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇത്തിരി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്ക് അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ് എണ്ണ പുരട്ടണം എന്ന് പറയുന്നത്. ഇനി ആ സൈഡൂടെ ആയതിനു ശേഷം ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ സൈഡ് ഒന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും നമുക്ക് ദോശ റെഡിയാണ്. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. കണ്ടോ, ഈ ദോശ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാം ഇത് സോഫ്റ്റ് ആണെന്ന്. ഇപ്പൊ നമ്മളിതാ 2 ടൈപ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, 3 ടൈപ്പ് എന്ന് പറയാം. അതായത് ഗീ റോസ്റ്റും മസാല ദോശയും തട്ടുദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശ കല്ലിലും നോൺ സ്റ്റിക്കിലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും ദോശ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ തട്ടുദോശയുടെ കൂടെ നമുക്ക് സാമ്പാറോ ചട്നിയോ ഒക്കെ യൂസ് ചെയ്യാം. റോസ്റ്റിന്റെ കൂടെ ആണെങ്കിൽ സാമ്പാറും ചട്നിയും ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ അത് മസാല ദോശയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാമ്പാറിന്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതേപോലെ ഈ വൈറ്റ് ചട്നിയുടെയും ഈ മസാലയുടെയും റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ എല്ലാവരും ഈ ദോശയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.